ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാട്ടോ. ഇന്നലെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നു. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പരസ്യം കണ്ടു. 699 രൂപയ്ക്ക് ഒരു റിയൽമിയുടെ ഓപ്പോയുടെ ഫോണ് ഓഫറാണ്. 35 മിനിറ്റാണ് ഉള്ളത്. ഇത്ര സെക്കൻഡ് ബാലൻസ് ഉണ്ട്, ഇത്ര എന്താ പറയുക, മൊബൈൽ സെയിലായി, ഇനി ഇത്ര എണ്ണേ ബാക്കിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ടപ്പ് മെസ്സേജ് വരുന്നു. ഈ മെസ്സേജ് വന്ന സമയം തന്നെ ഇവരെന്ത് ചെയ്തു, 699 രൂപ അടച്ചാൽ പോരെ എന്ന് കരുതിയിട്ട് വേഗം പോയിട്ട് ഓർഡർ ചെയ്തിട്ട് എൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചിങ്ങനെ കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം എന്ന് പറഞ്ഞു. ഫോണ് 699 രൂപ, എടി നീയും ഒന്ന് വാങ്ങ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 699 രൂപയ്ക്ക് ഫോണോ എന്നിങ്ങനെ ചോദിച്ച് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് ചെയ്തത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു വന്നപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എനിക്ക് ആ ലിങ്ക് അയക്ക്, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അതിൻ്റെ ലിങ്കില്ല. അപ്പോൾ എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇത് വരുമോ? അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവൾ ലാസ്റ്റ് പറഞ്ഞു, എടി അത് ഓർഡർ കൺഫേം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആർക്കാ പൈസ അയച്ചു കൊടുത്തേ? ഫ്ലിപ്കാർട്ടിലേക്ക്. പിന്നെ എന്തുകൊണ്ട് കൺഫേം വന്നില്ല? ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ അവർ കോൾ ചെയ്യും, അല്ലെങ്കിൽ കൺഫേം മെസ്സേജ് അപ്പോൾ തന്നെ കാണും. ഓർഡറിൽ നോക്കുമ്പോൾ ഓർഡറിലും ഇല്ല. എന്തായാലും കൊള്ളാം, പൈസ പോയി, അത്രയേ ഉള്ളൂ. നോക്കുമ്പം ഏതോ ഒരു ഹിന്ദിക്കാരനാണ് ആ പൈസ പോയിരിക്കുന്നത്. ഒരറിവുമില്ല. ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കാം അതുപോലുള്ള ചതിയിൽപ്പെട്ടിരിക്കുന്നത്. സൂക്ഷിക്കുക, ഓൺലൈൻ പരസ്യങ്ങളോട് ശ്രദ്ധിച്ച് കളിക്കുക. പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം തന്നെയാണ്. ബൈ.